മിഥുൻ, കേൾക്കാമെങ്കിൽ അവിടെ ഞാൻ കണ്ടതാണ് ദിലീപിന്റെയും കാവ്യമാധവന്റെയും അടക്കമുള്ള ചിത്രം വെച്ചുകൊണ്ട് ഒരു കേക്ക്, ആ കേക്ക് മുറിച്ച് ആഘോഷിക്കാനിരിക്കുകയാണ് ദിലീപ് ഫാൻസ്. അതായത് ദിലീപിന്റെ ചിത്രങ്ങളൊക്കെ കണ്ട് ആ താരപരിവേഷത്തെ അങ്ങേയറ്റം ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു പറ്റം മനുഷ്യർ ദിലീപിന്റെ വസതിക്ക് മുൻപിൽ തമ്പടിച്ചിരിക്കുന്നു. ദിലീപിന്റെ ഈ വിധിയെ ഏറെ സന്തോഷത്തോടെ അവർ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോടതി മുറിയിലായാലും ഈ കേസ് വന്നപ്പോൾ മുതൽ തന്നെ ഏറ്റവും അധികം കേട്ടൊരു പേര്, വിവാദമായൊരു പേര് കാവ്യ മാധവൻ എന്ന് തന്നെയായിരുന്നു. കാവ്യ മാധവൻ അടക്കം ഈ കേസിലൊരു നിർണായക പങ്കുണ്ടെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഒപ്പം കോടതി മുറിയിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിച്ചത് കാവ്യ മാധവന്റെ പേര് തന്നെയായിരുന്നു. എന്തായാലും ഈ അവസരത്തിൽ ദിലീപിന്റെ ഈ വിധി വന്നതിന് പിന്നാലെ കാവ്യ മാധവൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ആ പ്രതികരണം നമുക്ക് ലഭ്യമായോ? കാവ്യ മാധവൻ ഈ ആലുവയിലെ വസതിയിലുണ്ടോ? കാവ്യയുടെ ഒരു പ്രതികരണം ഇതുവരെയായിട്ടും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട്ടിലുണ്ട് എന്ന് തന്നെ കരുതുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലടക്കം കാവ്യയുടെ പ്രതികരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ കാവ്യ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിലേക്ക് ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ കുറ്റവിമുക്തനായി എന്നുള്ള വാർത്തയ്ക്ക് പിന്നാലെ അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോഴിതാ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദിലീപിൻ്റെയും കാവ്യമാധവൻ്റെയും ചിത്രമുള്ള കേക്ക് തയ്യാറാക്കിക്കൊണ്ടാണ് ഇവിടെ ആരാധകരെല്ലാം തന്നെ കൂടിയിരിക്കുന്നത്. അവർ അതുപോലെ തന്നെ ചില മധുര വിതരണവും എല്ലാം ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. ഒപ്പം ഇത്തരത്തിൽ അവരിതാ പടക്കം പൊട്ടിച്ചും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പൊട്ടിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ മധുര വിതരണം നടക്കുന്നു. ഇപ്പോൾ ദിലീപ് അവിടെ നിന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ ഇവിടേക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ദിലീപ് അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിയിരുന്നു. ഇന്ന് വിധി ദിനത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ നിരവധി ആളുകൾ ഈ ദിലീപിൻ്റെ ആലുവയിലെ വസതിക്ക് മുമ്പിലെത്തിയിരുന്നു. അവർ ഇത്തരത്തിൽ വിവിധ വിധിക്ക് മുമ്പ് തന്നെ ആഘോഷം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു പുറത്തു വന്നിരുന്ന കാര്യങ്ങൾ. ഇപ്പോഴിതാ പൂത്തിരികളെല്ലാം കത്തിച്ചുകൊണ്ട് ദിലീപിനെ വരവേൽക്കുകയാണ് വീടിന് മുമ്പിൽ, ആലുവയിലെ വീടിന് മുമ്പിൽ. അത്തരത്തിൽ ദിലീപിനെ ജയ് വിളിച്ചുകൊണ്ടാണ് അറിയുന്ന. അവർക്ക് ദിലീപിൻ്റെ സ്വഭാവം നമുക്കറിയാം, ദിലീപിൻ്റെ ഇടപെടലുകൾ നമുക്കറിയാം. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇവർക്ക് ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ. ഇവർ ഉന്നയിക്കുന്നത് അത് തന്നെയാണ്. ഇതൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ദിലീപിൻ്റെ വളർച്ചയിൽ അത്തരത്തിലുള്ള അസൂയ, അതുപോലെ തന്നെ ശത്രുക്കൾ പലരും ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന അത്തരം ശത്രുതയാണ് ഇത്തരത്തിലുള്ള കേസിന് പിന്നിൽ എന്നാണ് ഇവരെല്ലാം തന്നെ പറയുന്നത്. ഇപ്പോൾ ദിലീപിൻ്റെ ആരാധകനാണ്. പിന്നെ അങ്ങനെ പക്ഷേ ഞാൻ 10 വയസ്സിൽ കാണാൻ തുടങ്ങിയത് പുള്ളിനെ. ഞങ്ങൾ 10 വയസ്സിൽ പുള്ളി ഈ ആല് പെരിയായിട്ട് നടന്നു വരാറുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ പുള്ളിക്ക് ഈ വീട് ചെപ്പങ്ങോട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ വീട് മേടിക്കണമെന്ന്. പുള്ളി ആ മനസ്സിൽ വിചാരിച്ച് ദൈവത്തിലൂടെ ഈ ഒരു കേസിൽ ആൾ നിരപരാധിയാണ്, പാവമാണ്, ആൾ പഞ്ചപാവമാണ്. അത് കുടിക്കുകയാണ് വെച്ചാൽ അധികം നല്ലൊരു നടനാണ്. ആ നടൻ വെട്ടാൻ പറ്റിയ ഒരു നടന്മാരും ഇന്ന് ഇന്ത്യ സിനിമയിൽ മലയാളത്തിലില്ല. പല വേഷം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അയാൾ അദ്ദേഹം പൊന്തി വന്നാൽ മിക്ക നടന്മാർക്കും ഒരു തിരിച്ചടിയാവും. ഈ ഒരു ഗൂഢാലോചനയാണ് അതിന് പിന്നിലെന്നാണ് കരുതുന്നത്. ഗൂഢാലോചന ഇല്ലാന്ന് എന്താ കാര്യം, നമുക്ക് ദിലീപിനെ കൊടുക്കാനായിട്ടുള്ള എന്തെങ്കിലും ശ്രമം നടന്നു അങ്ങനെയൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടാവും. പറയാൻ പറ്റില്ല, ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം ഇതിൽ ഭയങ്കര നല്ലൊരു നടനാണ്. അതേപോലെ നടൻ മായമോഹിനി പോലത്തെ ഒരു നടനാണ് അദ്ദേഹം. ഇനി അദ്ദേഹം വളരെ വേഷങ്ങൾ ചെയ്യാൻ കിടക്കുന്നുള്ളൂ. ഇനി ഇപ്പോൾ ഈ വിധി അനുകൂലമായതോടെ ഇനി കൂടുതൽ സിനിമയിലടക്കം സജീവമായി പിന്നെ സൂപ്പറായിട്ട് പിന്നെ വളർന്ന ഒരു പുള്ളി ഇനി വളരെ വളർന്നു. കാരണം ആലുവ മണ്ണിൻ്റെ മണിമുത്താണ് ദിലീപ്. ആലുവക്കാരനാണ്, ഞാൻ ആലുവക്കാരനാണ്. എൻ്റെ ഈ പല ജയിലിലായ സമയമൊക്കെ എന്താണ് തോന്നിയത്? ഒരു 3 മാസത്തോളം ജയിലിൽ കിടന്നല്ലോ ദിലീപ്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടുണ്ടായി. അദ്ദേഹത്തിന് പായ പോലും കൊടുക്കാൻ ജയിലിൽ സമ്മതിച്ചില്ല. അദ്ദേഹം പ്രത്യേകം ഒരു കഷ്ടപ്പാട് കുറേ അനുഭവിച്ചിട്ടുണ്ട് പുള്ളി. അതായത് പുള്ളി അത് സഹകരിച്ചു എല്ലാവരും സഹകരിച്ച് അദ്ദേഹം പോയി. ഇനി അദ്ദേഹം ഇനി നല്ലൊരു മനുഷ്യനായി വരും എന്നാണ് എൻ്റെ പറയാനുള്ളത്. ഇതാണ് നമുക്കറിയാം. ഇവിടെ സ്ത്രീകളും അടക്കം കുട്ടികളും അടക്കം ഇത്തരത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചേച്ചി ഇത് കേക്ക് മുറിക്കാനൊക്കെ തയ്യാറായിക്കണോ? പറഞ്ഞോളൂ. നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണല്ലേ? എന്താ തോന്നുന്നു ഇപ്പോൾ ഈ ഒരു 3 മാസത്തോളം ജയിലിലായിരുന്നല്ലോ അദ്ദേഹം കിടന്നിരുന്നത്, ദിലീപ് 3 മാസം. ആ സമയത്തൊക്കെ എന്താണ് തോന്നിയത്? പറയാനൊന്നും ഇത്ര
അല്ലെങ്കിൽ അവർ ദിലീപിനെ കാണുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ആ ഒരു ദിലീപിനോടുള്ള പിന്തുണ അവർ പൂർണ്ണമായി ഇവർ നിരപരാധികളാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. ചേച്ചി എന്താണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? ദിലീപിനെ കാണാനുള്ളൊരു വീട്ടിലാണ്. ഇതിനു വേണ്ടി വന്നേക്കാണ്. ആരാധികയാണോ? അതെ, സിനിമ കണ്ട് സിനിമ കണ്ട് പണ്ട് മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയാണോ? എവിടെ നാട്ടുകാരെയാണോ? ഇവിടെ തന്നെയാണ്, കളമശ്ശേരി. ഈ ഒരു കേസിൽ ദിലീപ് നിരപരാധിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ട്. പറഞ്ഞോളൂ, ഈ വിധി എങ്ങനെ നിരപരാധിയാണെന്ന് കോടതി ഉത്തരവിട്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇനി എന്താണ് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി അത്രയുള്ളൂ. ഇപ്പൊ ഈ ഒരു വിധി വന്നതോടുകൂടി അതൊരു സിനിമയിൽ കൂടുതൽ സജീവമാകാനുള്ള ഒരു ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ശക്തമായി തിരിച്ചുവരവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത് വരാനിരിക്കാൻ തൊട്ടടുത്ത റിലീസുകളൊക്കെ വരുന്നുണ്ട്. അതാണ് അവരെല്ലാം കാത്തിരിക്കുകയാണ്. അവരുടെ ഒരു ഇഷ്ട നടൻ നിരപരാധിത്വം തെളിയിച്ച് പൂർവാധികം ശക്തനായി തിരിച്ചു വന്നു എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. ആ ഒരു തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ് ഈ നാട്ടുകാരും ആലുവയിലുള്ള ആളുകളും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം ആലുവ കേന്ദ്രീകരിച്ചുള്ള ആരാധകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ ദിലീപിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. കേക്കും അതുപോലെ തന്നെ മധുരവും പൂത്തിരിയുമെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അവർ ദിലീപ് ഇവിടെ എത്തും. ഇവരുടെ ഈ ആഘോഷത്തിൽ പങ്കുചേരുമെന്നാണ് ഇവർ കരുതുന്നത്.